അപ്പോഴേ ബ്രസൽസിലാണുള്ളത്. മുമ്പിൽ കാണുന്ന ഹോട്ടൽ കണ്ടോ, ഹോട്ടൽ അമിഗോ 16-ാം നൂറ്റാണ്ടിൽ പ്രസനായിരുന്നു. അപ്പോൾ മക്കളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൂടെ കുടിക്കോ. അങ്ങനെ തലസ്ഥാന നഗരിയുടെ രാജവീതിയിലൂടെ നടക്കുമ്പോൾ ഒരു അമ്മച്ചി കൊണ്ടുവന്ന ഒരു അടാറ് വിൻറ്റേജ് വണ്ടി കൊണ്ട് ചവിട്ടി യാത്രക്കാരെ കൊണ്ട് പോവാണ്. തികച്ചും ഒരു ഓൾഡ് വിൻറ്റേജ് ഫിലിമി എൻട്രി. കാരണം ഞങ്ങൾ അമ്മച്ചി ചവിട്ടി ബെല്ലടിക്കുന്നതായിട്ട് നോക്കി നിന്നു. ഇപ്പോൾ യാത്ര വീണ്ടും തുടരുന്നത് ഒരു പയ്യൻ നിന്ന് മൂത്രം ഒഴിക്കുന്നത് കാണാനാണ്. രസകരമായി തോന്നും, എന്നാൽ പല കഥകളും ഇതിൻ്റെ പിന്നിലുണ്ട്. ബ്രസൽസ് നഗരം കത്തിച്ച് ചാമ്പലാക്കാൻ വേണ്ടി ബോംബ് വെച്ചപ്പോൾ ഒരു കുട്ടി മൂത്രം ഒഴിച്ച് അതിൻ്റെ തിരികെടുത്ത് നിർവീര്യമാക്കിയെന്നും അതിൻ്റെ സ്മരണയിലാണെന്നും അങ്ങനെ പല പല കഥകൾ. എന്തായാലും ബ്രസൽസിൽ വന്നാലും മാനേക്കൻ പീസ് കാണാതെയും ഇതിൻ്റെ മുമ്പിൽ നിന്നൊരു സെൽഫിയോ ഫോട്ടോയോ എടുക്കാതെയോ പോകാത്ത ആരും തന്നെ കാണില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗ്രാൻഡ് പാലസ് ഓർ ഗ്രോട്ട് മാർക്കറ്റ്. ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ 17-ാം നൂറ്റാണ്ടിൻ്റെ കലാവിരുദ്ധരാണ്. 2 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തപ്പെടുന്ന ഫ്ലവർ കാർപ്പറ്റ് ഷോ ഇവിടെ വെച്ചാണ് നടത്തുന്നത്. ഇത് ബ്രസൽസിൽ എത്തുന്ന ഓരോ വിനോദസഞ്ചാരിയുടെയും ക്യാമറയിൽ ഉറപ്പായും കാണപ്പെടുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നാണ്. ദിവസം കൊണ്ട് ഇതിൻ്റെ ഭംഗിയും രാത്രിയിൽ ലൈറ്റുകൾ കൊണ്ടിൻ്റെ മഹത്വവും കാണുമ്പോൾ മനസ്സിൽ കയറുന്നതും ഒരേ ഒരു വാക്കാണ്, വൗ. അതുപോലെ തന്നെ ഗ്രാൻഡ് പ്ലേസിലാണ് കേട്ടോ ബെൽജിയത്തിൻ്റെ തന്നെ ബിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മക്കളെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ചൂസ്.